നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ SI CIയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. ആ സമയം CI ചോദിച്ചു, എടോ അവളെ കൊണ്ടുവന്നോ, അവളെ ചോദ്യം ചെയ്തോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും SI പറഞ്ഞു, അവളൊന്നും വിട്ടു പറയുന്നില്ല സാർ, അവൾ പറയുന്ന പകുതി കള്ളത്തരമാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ CI പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ അവളോട് ചോദിക്കാം, ചോദിക്കേണ്ട പോലെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവൾ പറയുമെന്ന് പറഞ്ഞു. SI പറഞ്ഞു, അവൾ പഠിച്ച കള്ളയാന്ന് എനിക്കൊന്നേ, ഒരു കാര്യം ചെയ്യാം, താൻ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ SI പോയി അലീനയെ വിളിക്കുകയാണ്. വരാനും പറഞ്ഞുകൊണ്ട് നേരെ CIയുടെ മുറിയിലേക്ക് വന്നു. അങ്ങനെ CI അവളെ പിടിച്ചിരുത്തി. പിന്നീട് SIയോട് പോയിക്കോളാൻ പറഞ്ഞു. രമേശ് നമ്പ്യാർ അങ്ങോട്ട് പോവുകയും ചെയ്തു. ആ സമയം CI ചോദ്യം ചെയ്യാനായിട്ട് തുടങ്ങി. CI ചോദ്യം ചെയ്യണ സമയത്ത് അതിലെനിക്ക് ഒരു ഉത്തരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, പിന്നെ തൻ്റെ അടുത്ത് ആരും മോശമായിട്ട് അങ്ങനെയൊന്നും ചെയ്തിട്ടൊന്നും ഇല്ലാന്ന്. തനിക്കെതിരെ ലൈംഗിക അതിക്രമം ഉണ്ടായെന്ന് ചോദിച്ചപ്പോൾ അലീന ഇല്ലാന്ന് പറഞ്ഞു. ഉള്ള കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ അതിൽ കൂടുതൽ അലീനയ്ക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിൽ അവരെന്തോ മനഃപൂർവ്വം എന്തോ തലയിലേക്ക് കെട്ടിവെക്കാൻ പോകുന്ന പോലെയാണ് അലീനയ്ക്ക് തോന്നിയത്. അലീനയോട് പറഞ്ഞു, അല്ല നിനക്ക് മയക്കുമരുന്ന് തന്നില്ലേ, ജ്യൂസിനകത്ത് കലർത്തി മയക്കുമരുന്ന് തന്നില്ലേ, അങ്ങനെ നീ ഒരു കാര്യം ചെയ്യണം, ഒരു കംപ്ലൈൻറ്റ് എഴുതി തരണമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീനയൊന്ന് ഞെട്ടി CIനെ ഒന്ന് നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇല്ല സാറേ എനിക്ക് കംപ്ലൈൻറ്റ് ഇല്ലയെന്ന് പറഞ്ഞു. അതെന്താണ് നിനക്ക് കംപ്ലൈൻറ്റ് ഇല്ലാത്തത്? അതിന് കാരണം എന്താ? ഈ പറയുന്ന ബാലേന്ദ്രൻ്റെ വീട്ടിൽ കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ നീ വന്നിട്ട്. പക്ഷേ എങ്കിൽ വന്നപ്പോൾ തന്നെ നീ അവിടുത്തെ ജോലിക്കാരിൽ നിന്ന് മാറി വീട്ടുകാരിയായ കഥകളൊക്കെ എനിക്കറിയാം. സത്യം പറയടി, നിനക്ക് അവിടെ ആ വീടുമായിട്ട് എന്താ ഇടപാടെന്ന് ചോദിച്ചു. അലീനയ്ക്ക് എന്തുത്തരം പറയണമെന്ന് അറിയണ്ടായിരുന്നില്ല. അലീന പറഞ്ഞു, സാറേ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പരാതി ഇല്ലയെന്ന് പറഞ്ഞു അന്നത്തെ ആ കേസിൽ, അതുകൊണ്ട് ഞാൻ എഴുതി തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. CI തിരിച്ചും മറിച്ച് ഓരോ ചോദ്യങ്ങൾ അലീനയോട് ചോദിക്കുന്നുണ്ട്, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ. പക്ഷെ അലീന വട്ടം നിന്ന് തർക്കിച്ചു. അങ്ങനെ പേടിച്ചോടാനായിട്ട് അലീന ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ല ബോൾഡായിട്ട് തന്നെയാണ് CIയുടെ മുന്നിൽ ഇരിക്കുന്നത്. അതും കൂടെ കണ്ടപ്പോൾ CIക്ക് നല്ല ദേഷ്യമായി. CI കുറേ ചീത്ത പറയുന്നുണ്ട് അലീനയെ, പക്ഷെ അലീന അതൊന്നും മൈൻഡ് ചെയ്തില്ല. ആ സമയം CI പറഞ്ഞൊരു കാര്യം ചെയ്യുക, നീ പരാതി എഴുതി തന്നിട്ട് പോയാൽ മതി, നീ അവിടെ അങ്ങോട്ട് പോയി ഇരിക്കാൻ പറഞ്ഞു. എഴുതി തന്നിട്ട് നീ പോയാൽ മതി എന്ന് പറഞ്ഞു. കാരണം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, നിന്നെ ഒരു തവണ അവർ മയക്കുമരുന്ന് റേപ്പ് ചെയ്യാൻ തുടങ്ങിയതല്ലേ, പിന്നെ നിനക്ക് എന്താ പരാതി എഴുതി തന്നാൽ എന്നൊക്കെയായി. പോയിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അലീന എന്ത് ചെയ്തു, പുറത്തു വന്നിരിക്കുകയാണ്. അലീനയുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും പോവാണ്. താൻ ആദ്യം കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വന്നതും അതിനുശേഷം കടപ്പാട്ട് വീട്ടിലെത്തിയതും പിന്നെ തൻ്റെ അമ്മയെ കണ്ടതോ എല്ലാ കാര്യങ്ങളും അലീനയായി ഇരിക്കുന്ന ഇരിപ്പിൽ ഓർക്കുവാണ്. അലിയുടെ മനസ്സിൽ കൂടെ പല പല ചിന്തകളും വരുവാണ്. അതേ സമയത്ത് ഗോവർദ്ധൻ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. കാരണം അലീനെ അവിടെ പിടിച്ചിരുത്തിയേക്കുവാണ്. പരാതി എഴുതി കൊടുത്താൽ മാത്രമേ വിടുവോളൂ എന്നുള്ള കാര്യം അപ്പോഴത്തെ പോലീസ് കോൺസ്റ്റബിളുമായിട്ട് ഗോവർദ്ധന് പരിചയം ഉണ്ടായിരുന്നു. അയാളാണ് കാര്യങ്ങളൊക്കെ പറയണേ. അതറിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗോവർദ്ധനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അലീനയാണെങ്കിൽ പരാതി കൊടുക്കാനൊട്ട് തയ്യാറുമായിരുന്നില്ല. പിന്നീട് സുലോചന വിളിച്ചു കഴിഞ്ഞപ്പോൾ ഗോവർദ്ധനും കാര്യങ്ങളൊക്കെ പറയണം. അലീനയെ വിട്ടിട്ടില്ല, കാര്യം ഇതാന്ന് പറഞ്ഞു. അപ്പോഴേക്കും സുലോചന പറഞ്ഞു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അതെ, വക്കീലിനെ കൂട്ടിയൊക്കെ പോകണം, കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, നോക്കട്ടെ എന്താ എങ്ങനെയെങ്കിലും അലീനെ പുറത്തിറക്കാൻ നോക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ സുലോചന കോള് കട്ട് ചെയ്തു. ആ സമയത്ത് അലീനയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അലീന നോക്കിക്കഴിഞ്ഞപ്പോൾ അപ്പുറം സെല്ലിനകത്ത് ഹരിശങ്കറും രോഹിത്തും ഉണ്ട്. രോഹിത്ത് ആകെ തകർന്നു പോയിട്ടുണ്ടായിരുന്നു. മുമ്പത്തെ ആ ശൗര്യവും കാര്യങ്ങളൊന്നും രോഹിത്തിന് മുഖത്തില്ല. ആകെപ്പാടെ വല്ലാത്തൊരു നിസ്സഹായ ഭാവമായിരുന്നു. അലീന ബെഞ്ചിലിരുന്ന് രോഹിത്തിനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. രോഹിത്ത് ഇങ്ങനെ തളർന്ന് അവിടെ നിലത്തിരിക്കുക. പക്ഷേ ഹരിശങ്കറിൻ്റെ മുഖത്തോ അങ്ങനെ ഒരു കുലുക്കവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. ഹരിശങ്കർ എന്ത് വന്നാലും നേരിടാൻ പാകത്തിന് ഒരു ധാർഷ്ട്യഭാവമായിരുന്നു അവൻ്റെ മുഖത്ത്. പക്ഷെ രോഹിത്തിനെ കണ്ടുകഴിഞ്ഞപ്പോൾ അലീനയ്ക്ക് ഭയങ്കര വിഷമമായി. ഒരു പക്ഷേങ്കിൽ അവൻ്റെ ആ ഇരിപ്പും മട്ടും കണ്ടിട്ട് തെറ്റ് ചെയ്തതായിട്ട് തോന്നില്ല. ഒരു പക്ഷെ അവൻ ഇനി ഇതിനകത്ത് പ്രതിയല്ലേ, അവനോട് പോയിട്ട് മാത്രമേ ഉള്ളൂ അങ്ങനെയുള്ള ചിന്തകളൊക്കെ അലീനയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ആ സമയത്ത് രേവതിക്കുട്ടിയും മാമച്ചനും ഗ്രഹസമയം കൂടെ കുറവിലങ്ങാട്ട് ചെല്ലുവാണ്. ഒരമ്മാച്ചൻ്റെ വീട് കണ്ട് കുരിയച്ചൻ്റെ അവിടെ ചെല്ലുവാണ്. അവിടെ ചെന്നപ്പോൾ കുരിയച്ചൻ അവരെ സ്വീകരിച്ചു. പിന്നീട് കാര്യങ്ങളൊക്കെ തിരക്കഴിഞ്ഞപ്പോഴത്തേനും കാര്യം പറയണം, അലീനയെക്കുറിച്ചൊക്കെ പറയണം. എങ്ങനെയെങ്കിലും ജോബിയോട് പറഞ്ഞ്, മകനാണ് ജോബി, അപ്പം പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് അലീനെ ഒന്ന് ഇറക്കണം. കാരണം അലീനെ ഇതുവരെയായിട്ടും പിടിച്ചു വെച്ചിട്ട് അവിടുന്ന് പുറത്തിറക്കിയിട്ടില്ലെന്നൊക്കെ പറയണം. അത് കേട്ടപ്പോൾ കുരിയച്ചൻ പറഞ്ഞു, ഈ കേസിനെ കുറിച്ച് അറിയാലോ, ഇങ്ങനത്തെ ഒരു കേസാകുമ്പോൾ നമുക്കൊന്നും അതിനകത്ത് ഇടപെടാൻ പോലും പറ്റില്ല. മാമച്ച നീ എന്തൊക്കെയാ പറയണമെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഗ്രേസം പറഞ്ഞു, എന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തിയാൽ മതിയാവുള്ളൂ, നോക്കട്ടെ. ജോബ് ഇവിടെ ഇല്ല, അവൻ വന്നു കഴിയുമ്പോൾ ഞാൻ അവനോട് സംസാരിച്ചിട്ട്
അവൻ്റെ ഭാര്യയുടെ പിതാവാണ് അവിടെ പാലായിൽ ഡിവൈസ് പേ ആയിട്ട് അങ്ങോട്ട് ഇരിക്കണേന്ന് പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ സംസാരിക്കാമെന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ രേവതിക്കുട്ടി പറഞ്ഞു, എങ്ങനെയെങ്കിലും അങ്കളെ എത്രയും പെട്ടെന്ന് അലീന ചേച്ചിയെ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ നോക്കണം, അലീന ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവരവിടുന്ന് പോരുവാണ്. പോരുന്ന വഴിക്കും രേവതിക്കുട്ടിക്ക് ടെൻഷനാണ്. രേവതിക്കുട്ടി പറഞ്ഞു, അതെ ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനായിട്ടാ, തൽക്കാലം നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല, നമുക്ക് തിരികെ പോരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അല്ല നമുക്ക് അലീന ചേച്ചിയെ കാണാൻ പറ്റുമോ? എൻ്റെ കൊച്ചെ നീ എന്തായി പറയണേ, നമുക്ക് അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല, പോയാൽ പോലും അവളെ ഇപ്പോൾ കാണിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ലയെന്ന് പറഞ്ഞു. അതും കൂടെ കേട്ടുകഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ രേവതിക്കുട്ടി അവരും വീട്ടിലേക്ക് തിരികെ പോരുവാണ്. ഇതേ സമയത്ത് പത്രത്തിൽ വാർത്തയൊക്കെ വരുന്നുണ്ട്. ഇതിനു മുമ്പ് ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആൾക്കാർക്കൊന്നും വലിയ ധാരണയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അധികം ആൾക്കാരൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേങ്കിൽ പത്രത്തിൽ വാർത്ത വരുവാണ്, ഈ പീഡനത്തെക്കുറിച്ചെല്ലാം വാർത്തയെല്ലാം വന്നു. കൃഷ്ണമോളാണ് പോയി പത്രം എടുക്കുന്നത്. പത്രം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോളിന് ഭയങ്കര വിഷമമായിപ്പോയി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കൃഷ്ണ നേരെ ബബിതയുടെ അടുത്തേക്ക് വന്നു. ബബിതയോട് കാര്യം പറയണം. ബബിത ചേച്ചി ഇങ്ങ് നോക്കാനും പറഞ്ഞുകൊണ്ട് ബബിത ഇത് നോക്കി. എന്നിട്ട് പറഞ്ഞു, എനിക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞുകൊണ്ട് ബബിത മുറിയിലേക്ക് പോയി. ആ സമയത്ത് കൃഷ്ണമോൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ഭയങ്കര സങ്കടമായിപ്പോയി. ആരോട് പറയണം എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ. ഒടുവിൽ കൃഷ്ണമോൾ അവിടെ ഇരുന്ന് കരയുവാണ്. കരയാതെ എന്ത് ചെയ്യാൻ പറ്റും, സ്കൂളിൽ പോകാൻ പറ്റില്ല, സ്കൂളിൽ പോയിട്ടാണ് നാണക്കേടാം. എല്ലാവരും ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിക്കും, എല്ലാവരുടെ മുന്നിൽ തല കുനിച്ച് നിൽക്കേണ്ടതായിട്ട് വരും. ഒടുവിൽ കൃഷ്ണമോളും മനുശങ്കറെ വിളിക്കുകയാണ്. മനുശങ്കറെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ അലീന ചേച്ചിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം. അപ്പോഴേക്കും മനു പറഞ്ഞു, അതെ ഗോവർദ്ധനങ്ങൾ ശ്രമിക്കുന്നുണ്ട്, നോക്കട്ടെ, ഇല്ലെങ്കിൽ വേണ്ട എന്താന്ന് വെച്ചാൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു. മനുവേട്ട എത്രയും പെട്ടെന്ന് അലീന ചേച്ചിയെ പുറത്തു കൊണ്ടുവരണം, അലീന ചേച്ചി പാവോ, ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു, നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞു. ഒടുവിൽ മനു ഒരു തീരുമാനം എടുത്തു, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അലീനയെ പോയി കാണണം. അലീനയെ കാണാതിന്റെ കാര്യമില്ല, അവളൊരു തെറ്റും ചെയ്തിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അലീനയോട് പോയിന്ന് സംസാരിക്കണം, അവളെ ഇറക്കിക്കൊണ്ട് വരണം എന്നൊരു ചിന്തയോട് കൂടിയിട്ട് ഒടുവിൽ കമലയുടെ എതിർപ്പുകളൊക്കെ അവഗണിച്ച് മനുശങ്കർ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. കാരണം ഇത്ര സമയം അവിടെ പിടിച്ചു വെക്കേണ്ട കാര്യമൊന്നും അവർക്കില്ല. അതേസമയം സുലോചന ഹോസ്പിറ്റലിലേക്ക് വന്ന് വൈജയെ കാണുവാണ്. വൈജയെ കണ്ട് വൈജയോടാണ് ആദ്യം സംസാരിക്കുന്നത്. അതിനുശേഷം ബാലേന്ദ്രനെ കാണാൻ പോകാമെന്ന് കരുതി. അങ്ങനെ വൈജയുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും വൈജ ചോദിച്ചു, അല്ല എന്തെങ്കിലും വിവരമുണ്ടോ, രോഹിത്തിൻ്റെ എന്തെങ്കിലും വിവരങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുലോചന പറഞ്ഞു, ഇതുവരെയായിട്ടും അവരെ പുറത്തു വിട്ടിട്ടില്ല, അല്ലെങ്കിലും അങ്ങനെ പുറത്തു വിടാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഗോവർദ്ധനേട്ടൻ പോയിട്ടുണ്ട് വക്കീലിനെ കാണാനായിട്ട്, ഒരു പക്ഷേങ്കിലും വക്കീലിനെ കണ്ടു കഴിയുമ്പോൾ അറിയാം ബാക്കി കാര്യങ്ങളെന്ന് പറഞ്ഞു. അത് കേട്ടപ്പം വൈജയന്തി പറഞ്ഞു, എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്നോ, ഞാനും വയ്യാതായി പോയില്ലേ, എനിക്ക് പറ്റുമായിരുന്നെങ്കിൽ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എൻ്റെ മോനെ ഞാൻ പുറത്ത് കൊണ്ടുവന്നേനെന്ന് പറഞ്ഞു. സുലോചന പറഞ്ഞു, പുറത്ത് കൊണ്ടുവരാൻ പോയിട്ട് അവനെന്ന് കാണാൻ പോലും പോലീസുകാർ സമ്മതിക്കുമെന്ന് തോന്നില്ല വൈജേച്ചി, കാരണം ചെറിയ കാര്യമൊന്നുമില്ല, നിസ്സാര കാര്യമല്ലത്, പത്രത്തിലും ന്യൂസ് ചാനലും ഒക്കെ വാർത്ത വരാൻ തുടങ്ങി. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ വൈജ ആകെപ്പാടെ തകർന്നു പോയി. പിന്നീട് പറഞ്ഞു, അലീനയും കൂടെ പിടിച്ചോണ്ട് പോയിരിക്കുക, അലീനയെ അവിടെ കൊണ്ടേ നിർത്തിയിരിക്കുക എന്ന് പറഞ്ഞു. അലീനയോ, അവളെ എന്തിനാ പിടിച്ചോണ്ട് പോയിരിക്കുന്നത്, എന്തിനാന്നോ, മയക്കുമരുന്നിന് അവൾക്ക് കലത്തി കൊടുത്തില്ലേ ജ്യൂസിനകത്ത്, അപ്പം അതിനെക്കുറിച്ച് അവൾ കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കണം പോലും അവർക്കെതിരായിട്ട്. കംപ്ലൈൻറ്റ് എഴുതി കൊടുത്താൽ മാത്രം അവളെ വിടത്തോളന്ന്, അവൾ എഴുതി കൊടുക്കാൻ തയ്യാറാവാത്തതുകൊണ്ട് അവളെ അവിടെ പിടിച്ചു വെച്ചിരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പം സമാധാനമായല്ലോ എല്ലാവർക്കും. അന്നേ രോഹിത്തിനെയൊക്കെ പറഞ്ഞ് വിലക്കുമായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നോ എന്നൊക്കെ ചോദിച്ചിട്ട് സുലോചന ദേഷ്യപ്പെടുവാണ്. ഞാൻ എന്തായാലും ബാലേട്ടനെ ഒന്ന് കാണട്ടെ, ബാലേട്ടനെ കണ്ടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുലോചന നേരെ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് പോവുകയാണ്. വൈജയന്തിക്ക് ഭയങ്കര ടെൻഷനായി, ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വൈജയന്തിയുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. ആ സമയത്ത് അലീന രോഹിത്തിനെ നോക്കി, രോഹിത്തിനോടൊന്ന് സംസാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ നല്ല കാര്യമായിരുന്നു, ഒരു പക്ഷേങ്കിൽ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയെന്ന് അവനോട് ചോദിച്ചാൽ അവൻ പറയുമോ, അങ്ങനെ ഒരു ചിന്തയൊക്കെ അലീനയുടെ മനസ്സിലുണ്ട്. ഒടുവിൽ അലീന എന്ത് ചെയ്തു, രണ്ടും കൽപ്പിച്ച് ഇത്തിരിയും കൂടെ അങ്ങ് നീങ്ങിയിരിക്കണം. അപ്പോൾ ഒരു ബെഞ്ച് ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഇപ്പറയായിട്ട്, അവിടെയാണ് അലീന ഇരുന്നത്. അലീന പിന്നീട് പതുക്കെ ആലും വരുന്നുണ്ടോ നോക്കിയിട്ട് രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. രോഹിത്ത് അവിടെ ഇരിക്കുകയാണ്. രോഹിത്തിനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവനിങ്ങനെ തലയുർത്ത് നോക്കുകയാണ്. പിന്നീട് രോഹിത്തിനോട് കാര്യങ്ങളൊക്കെ തിരക്കുകയാണ്. എന്താ രോഹിത്തെ, ശരിക്കും നീ തെറ്റ് ചെയ്താണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് രോഹിത്ത് അലീനയെ നോക്കി എന്നിട്ട് പറഞ്ഞു, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞാൻ അവിടെ പോയെന്നുള്ള ശരി തന്നെയാണ്, പക്ഷെ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഒരു വനിതാ പോലീസുകാരി അങ്ങോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് അലീന എന്ത് ചെയ്തു, അവിടെ പോയി ഇരിക്കുകയാണ്. അലീനയ്ക്കറിയാൻ താൻ സംസാരിക്കുന്ന കേട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ ഇനി അവർ ചീത്തയോ ഒച്ചപ്പാടോ ഒക്കെ ഉണ്ടാക്കുമെന്ന്. അതുകൊണ്ട് അലീന ഒന്നും മിണ്ടാതെ അവിടെ പോയിരുന്നു. ആ സമയത്ത്
ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് സുലോചന എന്നു. സുലോചനയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞ, നീ വന്നോ? എനിക്കാണ് ഒരു വിവരം അറിയത്തില്ല എന്നുള്ള ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഫോണും കൂടെ അലീനെ കൊണ്ടുപോയില്ലേ? അല്ല, എങ്ങനെയായി രോഹിത്തിൻ്റെ കാര്യങ്ങളൊക്കെ? അങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ബാലേന്ദ്രൻ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ ആവുകയാണ്. അപ്പോഴേക്ക് സുലോചന പറഞ്ഞു, ബാലേട്ടൻ സമാധാനം ഇട്ടിരിക്കുക, പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറയാണ്. പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എനിക്കറിയേണ്ട കാര്യങ്ങളൊക്കെ, എൻ്റെ ഫോൺ പോലും കയ്യിലില്ല. നീ ഒരു കാര്യം ചെയ്യുക, നിന്റെ ഫോൺ ഇങ്ങ് തന്നേ, ഞാൻ ഒന്ന് രണ്ട് കോള് വിളിക്കട്ടെ എന്ന് പറഞ്ഞു. ആ സമയം സുലോചന പറഞ്ഞു, ഇപ്പം എന്താണ് ബാലേട്ട ഫോണൊന്നും വിളിക്കണ്ടെന്ന് പറഞ്ഞു. ഈ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്ക് ഇവിടുന്ന് പോകണം, എൻ്റെ മക്കൾ മാത്രമേ വീട്ടിലുള്ളൂ, എന്നെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുപോയാൽ മതി എന്ന് പറയണ. സുലോചന പറഞ്ഞു, അസുഖം നന്നായിട്ട് ഭേദമായില്ലോ ബാലേട്ട, അതിന് ശേഷം പോലെ ചോദിച്ചു. പറ്റില്ല, എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശി പിടിച്ച് ചാടി എഴുന്നേക്കണം. അപ്പോഴേക്കും ഒരു സിസ്റ്റർ ഓടി വന്നു. എന്താ സാറേ കാണിക്കണേ, സാറിനോട് പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വഴക്ക് പറയണം. അവൾ സാറോട് കിടക്കാനൊക്കെ പറയണം. പക്ഷെ ബാലേന്ദ്രൻ കൂട്ടാക്കില്ല. ഒടുവില്ല സുലോചനെ ആ നേഴ്സും കൂടെ കൂടിയിട്ട് ബാലേന്ദ്രനെ അവിടെ പിടിച്ചു കിടത്തുവാണ്. പിന്നീട് സുലോചന പറഞ്ഞു, ബാലേട്ടൻ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ, ധൈര്യമായിട്ടിരിക്കുക, ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്കറിയണം എന്താ ഏതാ എങ്ങനെയാന്ന്, ഇവിടെ ആയതിനു ശേഷം എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ഇങ്ങനെ സങ്കടപ്പെടുവാണ്. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. എന്താണെങ്കിലും അലീനെ പരാതി കൊടുക്കാൻ തയ്യാറല്ല. അതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും നമുക്ക് കണ്ടറിയാട്ടോ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.